Thank you, friends, for joining. Thank you for watching. കഴിഞ്ഞ ദിവസം വളരെ സജീവമായി നടന്ന ഒരു ചർച്ചയ്ക്ക് ആധാരമായ വിഷയം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന ക്രമീകരണങ്ങൾ, അതായിരുന്നു എൻ്റെ വിഷയം. നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണത്. അനേക ആളുകൾ വായിച്ച് ഭയപ്പെടുകയും അനേക ആളുകൾ സംഭ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വാക്യമാണ്. 1 കൊരിന്ത്യർ 11:23 മുതൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്തെന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പീൻ. ഇത് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ഒരു കത്താണ്. ഇവിടെ അഡ്രസ് ചെയ്തിരിക്കുന്ന വിഷയം സാർവത്രികമായതോ സാർവലൗകികമായതോ ആയ വിഷയമല്ല, മറിച്ച് ആ പ്രാദേശിക സഭയിൽ ഉണ്ടായിരുന്ന ഒരു വിഷയത്തെയാണ് അഭിസംബോധന ചെയ്ത് ഈ കത്തെഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ, അതാണ് ഒന്നാമത്തെ ഒരു വിഷയം, ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ. രണ്ടാമതൊരു വിഷയം, അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ, മറ്റൊന്ന് അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യും. രണ്ടും വലിയ ത്രെറ്റാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വലിയ ഒരു ഭീഷണിയുണ്ട്, കാരണം വലിയ കുഴപ്പമുണ്ടാവും എന്നുള്ളൊരു താക്കീതുണ്ട്, ഒരു വാണിംഗ്. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് കൊരിന്തിലെ പ്രശ്നം എന്തായിരുന്നു? ഈ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം മുഴുവൻ കൊരിന്ത്യ സഭയിലെ ഓരോ ഇഷ്യൂ ആണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, അവിടെ വിവാഹം കഴിക്കാതെ കന്യകമാരെ നിർത്തണമോ, കന്യകമാരെ കല്യാണം കഴിപ്പിക്കണമോ, അങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നെയുള്ളൊരു വിഷയം, ഈ സ്ത്രീകള് തല മൂടണമോ തല മൂടണ്ടയോ, അങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നെയുള്ളൊരു വിഷയം ഈ കൃപാവരങ്ങളുടെ ഉപയോഗത്തെ സംബന്ധിച്ച്. പിന്നെ അന്യഭാഷകൾ പറയുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ എങ്ങനെയാണ് അടക്കിയിരുത്തണമോ, ക്രമീകരിക്കണമോ, താക്കീത് കൊടുക്കണമോ, പുറത്താക്കണമോ, ബഹിഷ്കരിക്കണമോ, എന്താണ്? ഇങ്ങനെ കൊരിന്ത്യ സഭയിലെ കുറേയേറെ വിഷയങ്ങൾ ഒറ്റ കത്തിൽ കൈകാര്യം ചെയ്യുകയാണ്. പിന്നെ മറ്റു പല വിഷയങ്ങളുണ്ട്. അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന ദുർനടപ്പ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ.
അപ്പോ ധാർമ്മികമായ സാൻമാർഗികയുമായി ബന്ധപ്പെട്ട, ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട, പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ട ഒരു സഭയായിരുന്നു കൊരിന്ത്യ സഭ. അപ്പോൾ ഈ കത്തിനകത്ത് നമ്മൾ അങ്ങനെ പല കാര്യങ്ങളും കാണുന്നു. ഈ കത്തിന്റെ അവസാനം, ഈ അധ്യായത്തിന്റെ അവസാനം, കത്തിന്റെ ഈ അധ്യായത്തിന്റെ അവസാനം, ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും. അപ്പൊ ഒരു ക്രമീകരണത്തിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. ഒരു ക്രമീകരണം. അപ്പൊ എന്താണ് അവിടെ വിഷയം? അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം, ആളുകള് ഈ സഭായോഗം കൂടാൻ വേണ്ടി വരുമ്പോ ഭക്ഷണവുമായിട്ട് വരുമായിരുന്നു. ഭക്ഷണവുമായിട്ട് അവര് വന്നിട്ട് ഈ പള്ളിയിലിരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പൊ ചില ആളുകൾക്ക് ഭക്ഷണം കൊണ്ടുവരാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. ഇപ്പൊ പാവങ്ങളായിട്ടുള്ള ആളുകൾ. അപ്പൊ ഈ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരപ്പം എടുത്ത് അവര് ഭക്ഷിക്കുകയാണ്. ഒരു പക്ഷേ അതിന് പല പല ഉപദംശങ്ങളും ഒക്കെ കാണും. ഇപ്പൊ ഭക്ഷണം കഴിക്കുക, വീഞ്ഞു കുടിക്കുക, ഭക്ഷണത്തിന്റെ ഒരു പാർട്ടാണ് ഈ വീഞ്ഞ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്രമീകരണമാണ് അവിടെ അന്നുള്ളത്. അപ്പൊ ചില ആളുകൾ ഭക്ഷണം ഇല്ലാത്തവരുണ്ട്. അവര് വിശന്നിരിക്കുക, ചിലപ്പോൾ ഇവര് കഴിക്കുന്ന നോക്കി കൊതിയോടെ ഇരിക്കുക. അപ്പൊ ഭക്ഷണമുള്ളവരും ഭക്ഷണം ഇല്ലാത്തവരും ആ സഭയിലുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ആ വിഷയമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. 21-ാമത്തെ വാക്യം, 20-ാം വാക്യം, നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. യുവേഴ്സ് ഈസ് നോട്ട് ലോർഡ് സപ്പർ. അതായത് ഈ ലോർഡ് സപ്പർ എന്ന് കേട്ടോണ്ട് ഈ ലോർഡ് സപ്പർ നടത്താൻ വേണ്ടി കൊരിന്ത്യ സഭയിലുള്ള ആളുകള് അവരുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ഭക്ഷണവുമായിട്ട് വരും. ഇന്നും ആ ഒരു പതിവ് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിൽ അവര് പിന്തുടരുന്നുണ്ട്. അവര് കുറേയേറെ അപ്പം കൊണ്ടുവരും, വീഞ്ഞും പല കുപ്പി കൊണ്ടുവരും. അതിന് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് അപ്പവും വീഞ്ഞും പുരോഹിതൻ തിരഞ്ഞെടുക്കും. എന്നിട്ട് അത് കുർബാനയ്ക്ക് വേണ്ടി മാറ്റും. ബാക്കി അപ്പം അവിടെ ജനങ്ങൾക്ക് ഭക്ഷിക്കാം. എന്ന് പറഞ്ഞാൽ കുർബാനയുടെ അപ്പം അല്ലാതെ. അങ്ങനെ സംവിധാനമുണ്ട് ആ സഭയിൽ. നമ്മുടെ പള്ളികളിലും പണ്ട് ബുർക്സ അപ്പം എന്ന് പറഞ്ഞ് ആളുകൾക്ക് ഭക്ഷിക്കാൻ അപ്പം കൊടുക്കുമായിരുന്നു. ബുർക്സ അപ്പവും വിശുദ്ധ കുർബാനയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോ അവിടെ എഴുതിയിരിക്കുന്നത് ബുർക്സ അപ്പത്തെയും വിശുദ്ധ കുർബാനയെയും വിവേചിച്ചറിയണം. തനി വിവേചിക്കുക എന്ന് പറഞ്ഞാൽ ഡിസേൺ ചെയ്യുക, വിവേചനം. ഇത് രണ്ടും ഒരുപോലെ കരുതരുത്. ഒരിക്കലൊരു പെന്തക്കോസ് കൂട്ടായ്മയില് അവര് കർത്തൃമേശ ആചരിക്കുകയാണ്. അപ്പൊ പാസ്റ്ററോട് പിണക്കമുള്ള ഒരു ബിരുദനുണ്ടായിരുന്നു. എന്തോ കാര്യത്തിന് പാസ്റ്ററോട് ചെറിയൊരു പിണക്കം. അപ്പൊ ഇതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോ ഒരു ബണ്ണാണ് സാധാരണ പെന്തക്കോസ്റ്റൽ ഹാളിൽ ഇങ്ങനെ വെക്കുന്നത്. ഇതിങ്ങനെ കൊണ്ടുവരും ഓരോ വിശ്വാസികളുടെയും മുമ്പിൽ കൂടെ. അവർ സ്വല്പം നുള്ളി എടുത്ത് വായി വെക്കും. അങ്ങനെയാണ് അവരത് നടത്തുന്നത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ മുട്ടുകുത്തിയൊക്കെ ഇരിക്കും. അപ്പൊ ഇവന്റെ അടുത്തോട്ട് വന്നപ്പോ ഇവൻ ഈ ബണ്ണ് മുഴുവൻ എടുത്ത് വായിലോട്ട് വെച്ചു. പിന്നെ തീർന്നില്ല, അന്നത്തെ കർത്തൃമേശ തീർന്നു. പുള്ളി പാസ്റ്ററോടുള്ള ഒരു പിണക്കം തീർക്കാൻ ചെയ്തു. അപ്പൊ ആ കുഴഞ്ഞുപോയി. അത് പിന്നെ ഈ പെന്തക്കോസ്ത് ഹാളിലൊരു പാരമ്പര്യം ഉണ്ടായി.
അവർ ഈ ബണ്ണ ഞെക്കി പിടിച്ചോണ്ടാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ പെന്റക്കോസ്റ്റിലുള്ളവർക്ക് അറിയാം, നിങ്ങളുടെ മുമ്പിലോട്ട് ഈ അപ്പം വരുമ്പോൾ പാസ്റ്ററുടെ ഒരു കൈ ആ ബണ്ണയിലിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊരു വൃത്തികേടായിട്ടൊരു ഹൈജീൻ കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കോവിഡ് ഒക്കെ ഉള്ളപ്പോൾ അല്ല, ഇതിനു മുമ്പ് അങ്ങനെയായിരുന്നു, ഈ ബണ്ണ ഞെക്കി പിടിച്ചോണ്ടാ വരുന്നത്. അതെന്തോ ഒരു കർമ്മമാണെന്നാണ് ഈ പാവം പാസ്റ്റർമാര് ചിന്തിച്ചിട്ടുള്ളത്. ഞാൻ പല പ്രാവശ്യം കർത്തൃമേശ എടുത്തിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ഈ ബ്രെഡെ തോട് ഞെക്കി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ നമ്മൾ ഞെക്കി പിടിച്ചോണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്തിനാ ഈ ഞെക്കി പിടിച്ചോണ്ട് പോകുന്നേ. ഒരിക്കലൊരു വിദ്വാൻ, ഒരു പാസ്റ്ററാണ്, പുള്ളി എന്നോട് ചോദിച്ചു, കർത്താവിനെ ഇങ്ങനെ ഞെരിക്കേന്റെ ഓർമ്മയ്ക്കായിരിക്കും ഞെരിക്കേന്റെ ഓർമ്മയ്ക്കല്ല, പണ്ടൊരു വിദ്വാൻ ഈ ബണ്ണ് മുഴുവൻ വിഴുങ്ങിയായിരുന്നു, അതിനാ ഇവര് പിടിച്ചോണ്ട് വരുന്നത്. അന്നോട്ട് കിട്ടിയൊരു പേടിയാണ്, ഇങ്ങനെ സംഭവിച്ചാലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ക്രമീകരണത്തെ കുറിച്ചാണ്. അപ്പൊ ഈ ഭക്ഷണം എല്ലാം ഇങ്ങനെ കൊണ്ടുവന്നു, ഒരുപാട് ഭക്ഷണം ആളുകൾ കൊണ്ടുവന്നു. ഇതൊക്കെ കഴിക്കുന്നതിനിടയ്ക്ക് പിന്നെ ഈ കർത്താവിന്റെ ശരീരമാകുന്നു, അതിനൊരു പ്രാധാന്യമില്ല. ഇവരുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ഈ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. അപ്പൊ പൗലോസ് ചോദിക്കാണ്, നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തൻ താന്താന്റെ അത്താഴം ആദ്യം കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു. ഞാൻ ഭക്ഷണത്തോടൊപ്പം വീഞ്ഞുണ്ട് അവിടെ. ഭക്ഷണമൊക്കെ കഴിച്ച് വീഞ്ഞുമൊക്കെ കുടിച്ച് ഇവൻ ഇങ്ങനെ പള്ളിക്കകത്തിരിക്കുകയാണ്, വയറൊക്കെ നിറഞ്ഞ് നല്ല റിലാക്സ്ഡ് ആയിട്ട്. തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ചു, ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളോടൊക്കെ എന്താണ് പറയേണ്ടത്? നിങ്ങളെ ഞാൻ പുകഴ്ത്തണമോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തത്തില്ല. കൊരിന്ത്യക്കാരെ, കാശുള്ള അച്ചായമാരെ, നിങ്ങളെ ഞാൻ പുകഴ്ത്തത്തില്ല. ഇതാ പൗലോസ് പറയുന്നത്. എന്നിട്ട് പൗലോസ് പറയാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിലാണ് അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീരെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്ത്, ഈ പാനപാത്രം പുതിയ നിയമമാകുന്നു. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് വിശുദ്ധ കുർബാന എന്താണ് എന്ന് പൗലോസ് പഠിപ്പിക്കുക. അത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കേവലം സാധാരണ ഭക്ഷണം കഴിക്കുന്ന ചടങ്ങല്ല എന്ന് പൗലോസ് ശ്ലീഹ അവിടെ എഴുതുകയാണ്. ഇതാണ് ഈ കൊരിന്ത്യ ലേഖനത്തിന്റെ പശ്ചാത്തലം. അപ്പൊ നമ്മൾ ഈ പശ്ചാത്തലം മനസ്സിലാക്കാതെ ഈ ഒരു വാക്യം മാത്രം അടർത്തിയെടുത്തിട്ട് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു വാക്യം അങ്ങോട്ട് എടുക്കുക. അപ്പൊ നിങ്ങൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ട് വേണം ആ വാക്യം വായിക്കാൻ. ആ ബാക്ക്ഗ്രൗണ്ട് ഇനിയിപ്പോ നിങ്ങൾ ആ കൊരിന്ത്യൻ വായിക്കാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആ കാര്യം മനസ്സിലാവും. തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? നിങ്ങൾ വീട്ടിലിരുന്ന് വേണം ഇതൊക്കെ കഴിക്കുകയും കുടിക്കുകയും ചെയ്യാൻ. അതെല്ലാം പൊതിഞ്ഞിട്ട് ഇവിടെ സഭയിൽ വന്നിരുന്നിട്ട് അവിടെ വന്നിരുന്നതെല്ലാം കഴിക്കുക. അപ്പം ബാക്കി ഇല്ലാത്തവര്, പാവപ്പെട്ട ഒരാളുടെ വീട്ടിൽ കൊച്ചൊക്കെ ഉണ്ടാവുക, കുഞ്ഞുങ്ങളൊക്കെ വളരെ ദുഃഖത്തോടെ ഈ ഭക്ഷണത്തെ നോക്കിയിരിക്കും. ഡോണ്ട് ഡു ദാറ്റ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരം. അപ്പം പറയാണ്, അങ്ങനെ അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അതുകൊണ്ട് അയോഗ്യനായി എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അയോഗ്യനായി കർത്താവിന്റെ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ. അപ്പൊ ആ യോഗ്യത ആർക്കാ? എനിക്കാണ്. പേഴ്സണലി ഐ ആം നോട്ട് വർത്തി, ഐ ആം നോട്ട് ക്വാളിഫൈഡ്, ഐ കനോട്ട് ടേക്ക് പാർട്ട് ഇൻ ദിസ് ബിക്കോസ് ഐ ആം അൺവർത്തി. അപ്പൊ ഞാൻ അയോഗ്യനാണ്. ഇപ്പൊ ഒരു പാട്ടുണ്ട്, ഞാൻ യോഗ്യനല്ല യേശുവേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ യോഗ്യനല്ല.
അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ ആരുടെ കയ്യിലെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തുറന്നു നോക്കുന്നത് നല്ലതാണ്. 11:27 അതുകൊണ്ട് അയോഗ്യനായി അപ്പം തിന്നുകയോ, അയോഗ്യനായി, അപ്പൊ അയോഗ്യനായിട്ട് അപ്പം തിന്നുകയോ എന്നല്ല. അങ്ങനെയാണെങ്കിൽ ആർക്കും ഈ ഭൂമിയിൽ ഇതിൽ പങ്കെടുക്കാൻ കഴിയത്തില്ല. യോഗ്യത ആർക്കാ ഉള്ളത്? ആർക്കുമില്ല. സർവകടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്നവകാശം, നിന്നെ വിളിപ്പാൻ കഴിവെന്നേ. കണ്ട, സർവകടങ്ങളും ചോദിച്ച ഒരു മനുഷ്യൻ പോലും യോഗ്യനില്ല. ഇവിടെ എഴുതിയിരിക്കുന്ന യോഗ്യതകളുടെ കാര്യമല്ല. അപ്പൊ വ്യക്തികളുടെ യോഗ്യതയെ കുറിച്ചല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അയോഗ്യമായി, അൺവർത്തി മാനർ, അയോഗ്യമായി. എങ്ങനെയാണ് ഈ അയോഗ്യമായി കഴിക്കുന്നത്? യോഗ്യമായി കഴിക്കണം. അപ്പൊ ഈ അയോഗ്യമായി അപ്പം തിന്നുക എന്ന് പറഞ്ഞാൽ ഇത് നടത്തുന്ന വിധത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. വിശുദ്ധ കുർബാന എങ്ങനെ നടത്തുന്നു അതിന് വേണ്ട പരിഗണനയോ പ്രാധാന്യമോ കൊടുക്കാതെ അതൊരു കേവലം ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഒരു കഷണം കഴിക്കുന്നു എന്നുള്ള വിധമത്തിൽ അതിനെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? തുച്ഛീകരിച്ചിരിക്കുന്നു. ആ വാക്കിന്റെ പൗലോസ് മോളിൽ പറഞ്ഞിട്ടുണ്ട്, തുച്ഛീകരിക്കുന്നു. ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ചു. 22 വാക്യം നിങ്ങൾ നോക്കുക. അപ്പം വിശുദ്ധ കുർബാനയെ നിങ്ങൾ അപമാനിച്ചു, തുച്ഛീകരിച്ചു. അപ്പൊ നമ്മൾ പള്ളിയിൽ പോവാ. പള്ളിയിൽ പോയി നിങ്ങൾ കുറെ പേര് ചോറും പൊതിയായിട്ട് പോകുന്നു, ബിരിയാണി ആയിട്ട് പോകുന്നു, ഉഴുന്നുവട ആയിട്ട് പോകുന്നു. ഇതെല്ലാം വെച്ച് അവിടെ ഇരുന്ന് ഇതെല്ലാം തിന്ന് ഇങ്ങനെ വെച്ച് ഏമ്പക്കം ഇട്ട് മോഹം എല്ലാം കഴിയും ഇങ്ങനെ എന്നിട്ട് പിന്നെ പോയി അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുർബാന മേടിച്ചു. എങ്ങനെ ഇരിക്കും? അപ്പൊ ഇത്തരത്തിലുള്ള ഇഷ്യൂസ്, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആദിമ സഭയിൽ പല പ്രാദേശിക സഭകളിലും ഉയർന്നു വന്നതുകൊണ്ടാണ് സുറിയാനി സഭയുടെ പിതാക്കന്മാർ ക്രമീകരണങ്ങളെ വരുത്തിയപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഉപവസിക്കണം. മനസ്സിലാകുന്നുണ്ട്? അല്ലാതെ ദൈവം തമ്പുരാൻ കോപിക്കൊന്നുമില്ല. നിങ്ങൾ ഉപവസിച്ചില്ലെന്ന് വെച്ച് ദൈവം തമ്പുരാൻ എന്നാ നിന്റെ വീട്ടിലോട്ടൊരു മിസൈൽ അയച്ചേക്കാം, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇത് സഭയുടെ പിതാക്കന്മാർ കൽപ്പിച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അല്ലാതെ ഈ ഒത്തിരി ആൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. അയ്യോ വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്, വിശുദ്ധ കുർബാന കഴിക്കാൻ പോവാ, അപ്പൊ കഴിക്കാൻ പാടില്ല, ഉപവസിക്കണം. എന്തിനാ ഉപവസിക്കുന്നത്? ഈ വിഷയം നിങ്ങൾ ഇവിടെ നോക്കുക. അപ്പൊ ഉപവാസത്തോടെയാണ് നമ്മൾ സാധാരണ വിശുദ്ധ കുർബാന പങ്കെടുക്കാൻ പോകുന്നത്. വിശുദ്ധ കുർബാന ആയിരിക്കും അന്ന് ആദ്യമായിട്ട് നമ്മൾ ഭക്ഷിക്കും, അല്ലെ? ഒരു ദിവസത്തെ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ ആദ്യത്തെ ഭക്ഷണം അതായിരിക്കണം. അതിനു മുമ്പ് ഒരു ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇതാണ് സഭയുടെ നിഷ്കർഷം. എന്തിനാണ്? ആ ഒരു മാനദണ്ഡം നമ്മൾ പാലിക്കുമ്പോൾ ഈ കൊരിന്ത്യലേഖനത്തിൽ പറയുന്ന ഈ ഇഷ്യൂ മുഴുവൻ പരിഹരിക്കപ്പെട്ടു. അല്ലാതെ നിങ്ങൾ ആ ഒരു വാക്യം വായിച്ചിട്ട് പേടിക്കണ്ട, അയ്യോ അയോഗ്യമായിട്ട് ഇനിയിപ്പോ എനിക്ക് യോഗ്യത ഉണ്ടോ യോഗ്യത ഇല്ലയോ. അപ്പൊ അൺവർത്തി മാനർ, ഇപ്പൊ ഈ കർത്താവിന്റെ തിരുമേശ അയോഗ്യമായ വിധത്തിൽ നടത്തുന്നു എന്നുള്ളതാണ് അവിടുത്തെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. എന്നാൽ ഇപ്പോൾ വിശുദ്ധ കുർബാന നമ്മുടെ ഒരു പള്ളിയിൽ നടക്കുമ്പോൾ ഈ വിഷയങ്ങളൊന്നുമില്ല. ഇതെല്ലാം ഓൾറെഡി പരിഹരിക്കപ്പെട്ട വിഷയമാണ്. ഈ വാക്യങ്ങൾ വെച്ചിട്ട് പിന്നെ ഹൈലൈറ്റ് ചെയ്ത് ആളുകളെ പേടിപ്പിക്കുക, അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 വർഷം മുമ്പ് ഇത് ഡീൽ ചെയ്ത് പരിഹരിക്കപ്പെട്ട വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പള്ളികളിൽ സാധാരണ ആളുകളെല്ലാം പൊതിച്ചോറുമായിട്ട് വന്നിരുന്ന് അവിടെ തിന്നുകയോ കുടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പള്ളിയകത്ത് ഭക്ഷണം സാധാരണ കഴിക്കാറില്ല ആരും. അപ്പോ ഈ ഒരു ഇഷ്യൂവേ അവിടെ ഇല്ല. അതുകൊണ്ട് ഈ വാക്യങ്ങളൊന്നും അവിടെ റെലവന്റ് അല്ല. ഇതൊന്നും അവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതെല്ലാം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. അയോഗ്യമായി അപ്പം തിന്നുകയോ
കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ. ഇങ്ങനെ അയോഗ്യമായിട്ടല്ല, ഇപ്പം ചെയ്യുന്നത് യോഗ്യമായിട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇപ്പോൾ അവിടെ ഇപ്പം നിങ്ങൾ നോക്ക്, ഇത് ഈ വാക്യം വായിച്ചിട്ട് ഒരു ദുർമനസാക്ഷി ഉളവാകാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. ഒത്തിരി ആളുകൾക്ക് ഇതുണ്ട്. ഇത് വായിച്ചിട്ട് അയ്യോ ഞാൻ അയോഗ്യം. നിങ്ങളുടെ യോഗ്യതയെക്കുറിച്ചല്ല, അത് നടത്തുന്നത് എങ്ങനെയാന്നുള്ളതിനെ കുറിച്ചാണ്. ഇന്ന് സഭയ്ക്ക് വ്യക്തമായ കാനോനുണ്ട്, തക്സയുണ്ട്. അത് എങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ളത് വ്യക്തമായും കൃത്യമായും ശുശ്രൂഷ ക്രമമുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരൊക്കെ അത് ചെയ്യുന്ന വളരെ സൂക്ഷ്മാലുക്കളായിട്ടും വളരെ കൃത്യതയോടെയും വളരെ ശ്രദ്ധാപൂർവമാണ്. ഓരോ സ്റ്റെപ്പും വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന അത്ര ശ്രദ്ധയോടെയാണ്. എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അയോഗ്യത വരരുത്. ഒരു തരത്തിലുള്ള അയോഗ്യതയും വരാതെ യോഗ്യമായ വിധത്തിലാണ് അത് അർപ്പിക്കുന്നത്. അതിന് അത്രയേറെ പ്രാധാന്യം, അത്രയേറെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഇതില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഇല്ലാതിരുന്ന ഒരു സഭയെക്കുറിച്ച്, അവിടുത്തെ ക്രമരാഹിത്യത്തെക്കുറിച്ച്, അത് പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അതിനെ സംബന്ധിച്ച് പരാതി പറഞ്ഞവർക്ക് അയച്ച കത്താണ് ഈ കൊരിന്ത്യ ലേഖനം. അപ്പൊ അതിലാണ് നമ്മളിത് വായിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ, അതുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ വായിക്കും. തൊട്ട് മുകളിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ കാണാം. എന്നിട്ട് പറയണം അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നു. അപ്പം തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അല്ല, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ചു, ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ ഡിസൈൻ ചെയ്യണം. ശരീരത്തെ, ഇത് എന്റെ ശരീരമാകുന്നു, ഇത് എന്റെ രക്തമാകുന്നു, അത് ഡിസൈൻ ചെയ്യണം. കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ തിരിച്ചറിയണം. ആ തിരിച്ചറിയാതെ ഇത് ഒരു ഫുഡ് മാത്രമാണ് എന്ന് കരുതി അത് കേവലം സാധാരണ ഒരു ഭക്ഷണം പോലെ തുച്ഛീകരിക്കാൻ അതിനുള്ള വാക്ക്. അങ്ങനെ തുച്ഛീകരിച്ചാൽ അത് അയോഗ്യമായിട്ടുള്ളത്. കർത്താവിന്റെ ശരീര രക്തങ്ങളെ തുച്ഛീകരിക്കരുത്. ഇപ്പൊ പെന്തക്കോസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പലപ്പോഴും കർത്താവിന്റെ ഈ ശരീര രക്തങ്ങളെ തുച്ഛീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഇതേക്കുറിച്ച് പറയുമ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡിബേറ്റില് പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ടവർ പെട്ടെന്ന് നിന്ന് പ്രതിഷേധിച്ചു. 5 മിനിറ്റ് ആ പ്രതിഷേധം അടങ്ങി. കാരണം കത്തോലിക്ക, യാക്കോബായ അങ്ങനെയൊക്കെയുള്ള സഭകള് വിശുദ്ധ കുർബാനയെ പരിപാവനമായിട്ടും വളരെ ബഹുമാനത്തോടെയുമാണ് കാണുന്നത്. ഇപ്പൊ യാക്കോബായ സഭയില് വിശുദ്ധ കുർബാന കൈകാര്യം ചെയ്യുമ്പോൾ അത് ജനങ്ങളുടെ കൈ കൊടുക്കത്തില്ല. ഒരിക്കലും ഒരു പെന്തക്കോസ് സഭയിൽ നടന്ന കാര്യം കേട്ടോ, ഞാൻ പെന്തക്കോസുകാരെ കളിയാക്കാൻ വേണ്ടി കെട്ടുകഥ പറയല്ല, റിയലി ഇറ്റ്സ് ഹാപ്പൻഡ്. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഈ പനമ്പ് കൊണ്ട് പകുതി മറച്ച ഒരു ഷെഡിനകത്താണ് അവര് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ പാസ്റ്ററും വിശ്വാസികളും കൂടെ ഈ ബണ്ണ് നടുക്ക് വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോഴേക്കും ഒരു കോഴിപ്പൂവൻ വന്ന് ഈ ബണ്ണും കുത്തിക്കൊണ്ടു. അന്ന് അവർക്ക് ഇത് നടന്നില്ല. പിന്നെ പാസ്റ്റർ ഉച്ചയ്ക്ക് കഴിക്കാൻ പുഴുങ്ങി വെച്ചിരുന്ന കപ്പ പുഴുങ്ങിയത് വെച്ച് അവർ കർത്തൃമേശ നടത്തി. അപ്പൊ ഇത് കാരണം പിന്നെ വേറെ ബണ്ണൊന്നുമില്ല. അന്നത്തെ കാലത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണെന്ന കഥയാണ്. അത് പിന്നെയാണ് ഇവർ ഈ തുണി വെച്ച് മൂടാനൊക്കെ തുടങ്ങിയത്, മൂടി വെച്ചൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ പെന്തക്കോസ്തൽ പാരമ്പര്യങ്ങൾ ഉണ്ടായതിന് പല സ്റ്റോറീസ് ഉണ്ട്. അയോഗ്യമായിട്ട് നടക്കുകയാണ്. എന്താണ് യോഗ്യത? ഇവിടെ പല ആളുകളും കമന്റ് എഴുതുന്നുണ്ട്. അപ്പൊ ഞാനൊരു കമന്റ് വായിച്ചു, യോഗ്യത ഇല്ലാത്തവൻ തിരുവത്താഴം എടുക്കരുത് എന്ന്. ആരാ എഴുതിയിരിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞോ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം എന്താണ് യോഗ്യത? ആർക്കാണ് യോഗ്യതയുള്ളത്? ആർക്കാണ് യോഗ്യത?
എന്താണ് ആ യോഗ്യത? ഇവിടെ കൃത്യമായി ചർച്ച ചെയ്യുന്ന വിഷയം, ഈ കൊരിന്ത്യർ ചർച്ച ചെയ്യുന്ന വിഷയം അതെങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ കർത്താവിന്റെ ശരീരത്തെയും രക്തത്തെയും വിവേചിക്കണം. അല്ല ഇത് കേവലം ഒരു മണ്ണും നാരങ്ങാവളമാണ്, ഇത് നമ്മൾ എന്തിനാ കഴിക്കുന്നത്, ഇത് കർത്താവ് ഒക്കെ പണ്ട് ഇങ്ങനെ നടത്തിയായിരുന്നു, അപ്പൊ നമ്മളും ഇങ്ങനെ നടത്തിയിട്ട് അവരെ ഓർക്കുക. ഇത് കേവലമാക്കി കളയാണ് ഇതിന്. അങ്ങനെ ചെയ്യുന്നവർ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. കാരണം ഇത് ശരീരത്തെ വിവേചിക്കണം. ഇത് ശരീരമാണ്, ഇത് രക്തമാണ്. എങ്ങനെ വിവേചിക്കുന്നു? ഇത് ശരീരത്തെ വിവേചിക്കുന്നില്ലെങ്കിൽ ശിക്ഷാവിധിയാണ്. നിങ്ങളെ കർത്തൃമേശം നടത്തുമ്പോ ഇത് ശരീരമാണ്, ഇത് രക്തമാണെന്ന് വിവേചിക്കാറുണ്ടോ? സത്യത്തിൽ ഇപ്പൊ ചില ആളുകൾ പറയും ഇത് ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ വസ്തുമാറ്റ സിദ്ധാന്തം. ഈ ഗോതമ്പപ്പം കർത്താവിന്റെ ശരീരമായിട്ട് ഫിസിക്കലി ചേഞ്ച് ചെയ്യുന്നു. ഫിസിക്കലി ചേഞ്ച് ഇൻ ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ചാലിസ് ഓഫ് വൈൻ ഫിസിക്കലി ടേൺ ഇൻ ടു ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ രക്തമായിട്ട് അക്ഷരികമായിട്ട് ഈ വീഞ്ഞ് പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന വസ്തുമാറ്റ സിദ്ധാന്തം അല്ലെങ്കിൽ ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ. പിന്നെയുള്ള ഒരു സിദ്ധാന്തം ക്രിസ്തീയ ലോകത്ത് നിലനിൽക്കുന്നത് കോൺസബ്സ്റ്റാൻഷിയേഷനാണ്. രണ്ട് സിദ്ധാന്തമാണ്. മൂന്നാമതൊരു സിദ്ധാന്തമുള്ളത് സ്പിരിച്വൽ പ്രസൻസ് എന്നൊരു സിദ്ധാന്തമാണ്. സ്പിരിച്വൽ പ്രസൻസ്. നാലാമതുള്ള സിദ്ധാന്തമാണ് മെമ്മോറിയൽ, അനുസ്മരണം. അപ്പൊ ഈ കർത്തൃമേശയെ സംബന്ധിച്ച് അല്ലെ ലോർഡ് സപ്പറിനെ സംബന്ധിച്ച് 4 കാഴ്ചപ്പാടുകളാണ് ക്രിസ്തീയ ലോകത്തുള്ളത്. ക്രിസ്തീയ ലോകത്ത് 4 കാഴ്ചപ്പാടുകളാണ്. അത് ഒന്നാമത്തേത് കാത്തലിക് വ്യൂ ആണ്, ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ എന്നാണ്. പിന്നെയുള്ളത് കോൺസബ്സ്റ്റാൻഷിയേഷൻ എന്നുള്ള വ്യൂ ആണ്. മൂന്നാമത്തത് സ്പിരിച്വൽ പ്രസൻസ് എന്ന വ്യൂ ആണ്. നാലാമത്തെ വ്യൂ ആണ് മെമ്മോറിയൽ, ജസ്റ്റ് എ മെമ്മോറിയൽ, ഒരു അനുസ്മരണം എന്നുള്ള. ഇങ്ങനെ 4 വ്യൂ ആണ് ഉള്ളത്. അപ്പൊ കത്തോലിക്കര് ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ ആണെന്നും, പ്രസ്ബിറ്റേറിയൻകാര് കോൺസബ്സ്റ്റാൻഷിയേഷൻ ആണെന്നും, ലൂതറൻകാര് സ്പിരിച്വൽ പ്രസൻസ് ആണെന്നും, ബാപ്റ്റിസ്റ്റുകാര് മെമ്മോറിയൽ ആണെന്നും പറയും. എന്നാൽ പരിശുദ്ധ സുറിയാനി സഭ ഇത് 4 അല്ല സുറിയാനി സഭയുടെ നിലപാട്. സുറിയാനി സഭയുടെ വിശ്വാസത്തിൽ ഇത് ട്രാൻസബ്സ്റ്റാൻഷിയേഷനും അല്ല, കോൺസബ്സ്റ്റാൻഷിയേഷനും അല്ല, സ്പിരിച്വൽ പ്രസൻസും അല്ല, മെമ്മോറിയലും അല്ല. പിന്നെയോ ഇറ്റ്സ് എ മിസ്റ്ററി. ഇതൊരു രഹസ്യമാണ്, മർമ്മം. ഇറ്റ്സ് എ മിസ്റ്ററി. എന്താണ് ആ മിസ്റ്ററി? മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹോളി സീക്രട്ട് എന്നാണ്, വെറും രഹസ്യമല്ല. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് മിയർ എ സീക്രട്ട്, ഇറ്റ് ഈസ് ഹോളി സീക്രട്ട്, വിശുദ്ധ രഹസ്യം. മനുഷ്യർക്കൊക്കെ രഹസ്യം ഉണ്ടല്ലോ, നമുക്ക് മനുഷ്യന്മാർക്കുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങൾ ഒരു 90% വിശുദ്ധമല്ല, അശുദ്ധമായിരിക്കും. ദൈവത്തിന്റെ രഹസ്യം വിശുദ്ധമാണ്. സീക്രട്ട് സീക്രട്ട് എന്ന് വേണം. സീക്രട്ട് സീക്രട്ട്, അതിനെയാണ് മിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോ പരിശുദ്ധ സുറിയാനി സഭ പറയുന്നത് ഇറ്റ്സ് എ സീക്രട്ട് സീക്രട്ട്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, അല്ലെ? കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ്. ഇതെന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധ റൂഹായിലെ സന്തോഷവും. ഇറ്റ്സ് എ മിസ്റ്ററി. അപ്പൊ ഹോളി കുർബാന, ഈ അപ്പവും വീഞ്ഞും എലമെന്റ്സ് ഓഫ് മിസ്റ്ററി ആണ്. ആ ഹോളി കുർബാനോ ആസ് എ ഹോൾ ഇറ്റ്സ് എ മിസ്റ്ററി. അതൊരു വിശുദ്ധ രഹസ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രഹസ്യം രഹസ്യം ഉടയോനരുളി ഇങ്ങനെ പാടുന്നത്. രഹസ്യമാണിത്. അങ്ങനെയാണ് സഭ അതിനെ കാണുന്നത്. അപ്പൊ നമ്മള് എന്താണ് രഹസ്യം? ഇത് കർത്താവിന്റെ ശരീര രക്തങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തു അവസാനത്തെ അത്താഴ രാത്രിയിൽ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കിയിട്ട് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുവീൻ, ഇത് എന്റെ ശരീരമാകുന്നു. ദിസ് ഈസ് മൈ ബോഡി.
കൊടുത്തത് എന്താണ്? അപ്പമാ, അല്ലാതെ ഇറച്ചിയല്ല, അപ്പമാ കൊടുത്തു. പാനപാത്രം കൊടുത്തിട്ട് പറഞ്ഞു ഇത് എന്റെ രക്തമാകുന്നു. അപ്പൊ കൊടുത്തത് എന്താണ്? പാനപാത്രമാണ്. എന്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. ശിഷ്യന്മാർ നോക്കി. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എന്റെ ശരീരം ഭക്ഷിക്കാതെയും എന്റെ രക്തം പാനം ചെയ്യാതെ നിങ്ങൾക്ക് നിത്യജീവനില്ല. അപ്പോൾ എങ്ങനെ ഇവന്റെ ശരീരം നമുക്ക് തിന്നാൻ തരാൻ കഴിയും? എങ്ങനെ ഇവന്റെ രക്തം നമുക്ക് കുടിക്കാൻ തരാൻ കഴിയും? അന്ന് മുതൽ അവനെ അനുഗമിച്ചിരുന്ന യഹൂദന്മാരിൽ ബഹുഭൂരിപക്ഷവും പിന്മാറിപ്പോയി. അപ്പോൾ യേശു അവശേഷിച്ചവരെ നോക്കി ചോദിച്ചു, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? അപ്പൊ നിങ്ങൾക്കും വേണേ പോകാം, പക്ഷെ ഞാൻ ഈ ഉപദേശം മാറ്റത്തില്ല. ചില ആളുകൾ പറയും ഈ ഗ്ലോറിയസ് ഗോസ്പല് ഇപ്പൊ പണ്ടത്തെ പോലെ ഫോളോവേഴ്സ് ഇല്ല, ചില ആളുകൾ പിന്മാറിപ്പോയിരിക്കുന്നു, അതുകൊണ്ട് ഉപദേശം ഒന്ന് അയക്കണം. നോ, കർത്താവ് പറഞ്ഞു നോ 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 നോ. പോയവര് പോയി, ഇനിയും വേണേ പൊക്കോ, പക്ഷെ ഉപദേശം എങ്ങനെയാ മാറ്റുന്നേ? ആളെ കൂട്ടാൻ വേണ്ടി നമുക്കിപ്പോ ഉപദേശം മാറ്റാൻ പറ്റുമോ? അപ്പം യേശു കർത്താവ് പറഞ്ഞു, സോറി, ഞാൻ ശരീരം എന്ന് ഉദ്ദേശിച്ചത് അതൊരു ഓർമ്മയാണ്. അങ്ങനെയൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ സത്യമായിട്ട് നിങ്ങളുള്ളത്, മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും നിങ്ങൾക്കുള്ളിൽ നിത്യജീവൻ ഉണ്ടാകുകയില്ല. അപ്പോ അവസാനത്തെ രാത്രിയിൽ യേശു കർത്താവ് അപ്പം എടുത്ത് ശിഷ്യന്മാർ കൊടുത്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ദിസ് ഇസ് മൈ ബോഡി, ഇതാണ് എന്റെ ശരീരം. ഓർമ്മയ്ക്കായി ആനന്ദന് ശ്രീബുദ്ധൻ ഒരു താമരപ്പൂ കൊടുത്തു. ശ്രീബുദ്ധന്റെ ഓർമ്മയാ. കുറച്ച് കഴിയുമ്പോ ആ താമരപ്പൂ വാടിപ്പോയി. യേശു കർത്താവ് പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് തനിയായിരിക്കും, വീണഴിയുന്നെങ്കിലോ അത് വളരെ ഫലം കൊടുക്കും. അപ്പമെടുത്ത് വിഭജിച്ചു. നുറുക്കപ്പെട്ട അപ്പം ക്രിസ്തു. യേശു കർത്താവിന്റെ ക്രൂശീകരണത്തിന് മുമ്പാണ് ഈ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. സഹിയോന്റെ മാളികയിൽ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാകും. വാങ്ങി പാനം ചെയ്യുവിൻ, ഇത് എന്റെ രക്തമാകും. അപ്പം അപ്പവും മീഞ്ഞുമാണ് അവിടെ കൊടുത്തത്. അപ്പത്തിനും മീഞ്ഞിനും മാറ്റമില്ല. പക്ഷെ അത് യേശു പറയുന്നു, ഇതെന്റെ ശരീരമാകുന്നു, ഇത് എന്റെ രക്തമാകും. ഉളവാകട്ടെ എന്ന ഒരൊറ്റ വാക്കിനാൽ മുഴുപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ പറയുകയാണ്, ഇത് എന്റെ ശരീരമാകുന്നു. അതിനെയാണ് സ്ഥാപന വചനം എന്ന് പറയുന്നത്. അതേ സ്ഥാപന വചനമാണ് സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാനയിൽ അരുളി ചെയ്യും. ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് ചോദിക്കുമോ, ഇതെങ്ങനെ, ഹൗ വിൽ ദിസ് ഹാപ്പൻ? പരിശുദ്ധ മറിയം ചോദിച്ചു ദൂതനോട്, ഇതെങ്ങനെ സംഭവിക്കും? നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ. ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ ഒരൊറ്റ ഉത്തരം പറഞ്ഞു, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ റൂഹ നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. തൃത്വമാണ്. റൂഹ നിന്റെ മേൽ വരുന്നു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുന്നു, വിശുദ്ധ പ്രജ ഉത്ഭവിക്കുന്നു. പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം പരിശുദ്ധ മറിയത്തെ സന്ദർശിക്കുന്നു. വിസിറ്റേഷൻ ഓഫ് ട്രിനിറ്റി. പരിശുദ്ധാത്മാവ് വരുമ്പോ, അതുകൊണ്ടാണ് വയ്ക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ പദാർത്ഥങ്ങളുടെ മേൽ പരിശുദ്ധ റൂഹ പൊരുന്നി ആവസിപ്പിച്ച് ഇതിനെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ശരീരവും രക്തവുമാക്കി തീർക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും എത്ര ഭ്രമിക്കത്തക്കതുമാ. ഈ പരിശുദ്ധ റൂഹ വന്ന് ഈ കർത്താവിന്റെ, അപ്പോൾ ഇത് അപ്പവും വീഞ്ഞുമാണ്. അച്ഛന്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും ഇത് ഇറച്ചിയും ചോരയൊന്നും ആയില്ല, അപ്പവും വീഞ്ഞുമായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, അഗ്നിമയന്മാരാരെ നോക്കി വിറച്ചിടുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു.
കണ്ടോ? അപ്പൊ നമ്മള് അപ്പവും മീഞ്ഞുമായിട്ടാണ് കാണുന്നത്. അപ്പവും മീഞ്ഞുമായിട്ടാണ് കാണുന്നത്, അല്ലാതെ ശരീരവും രക്തവുമായിട്ടല്ല കാണുന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോൾ മനുഷ്യരിച്ചത് മനുഷ്യരൂപത്തിൽ, മനുഷ്യനായിട്ട്, വിത്ത് ഓൾ പാഷൻസ് ഓഫ് ഹ്യൂമൻ, ഒരു മനുഷ്യനായിട്ട് യേശു കർത്താവ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരൂപത്തെ നോക്കിയിട്ട് പരിശുദ്ധനായ പത്രോസ്ലിയ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. മനുഷ്യരൂപത്തെ നോക്കിയിട്ട് പറയുകയാണ്, യു ആർ ക്രൈസ്റ്റ്, യു ആർ ദ മെസ്സയ, യു ആർ ദ സൺ ഓഫ് ഗോഡ്. അതാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. നീയാണ് ദൈവപുത്രൻ. എന്തിനെ നോക്കിയിട്ടാ പറയുന്നേ? മനുഷ്യരൂപത്തെ നോക്കിയിട്ട് പറയാണ്, നീ ദൈവപുത്രനാകും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പത്തെ മീഞ്ഞിനെയാ കാണുന്നത് അപ്പവും മീഞ്ഞുമാണ്. പക്ഷെ നമ്മുടെ കൺഫസ് ചെയ്യുന്നത്, ഓ ദിസ് ഈസ് ദ ബ്രെഡ് ആൻഡ് വൈൻ എന്നല്ല, ദിസ് ഈസ് ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് അവർ ലോർഡ്. നമ്മുടെ കർത്താവിന്റെ ശരീരവും രക്തവുമാണ്. അപ്പൊ കാഴ്ചയാലെ അല്ല, വിശ്വാസത്താലെയാണ്. അഗ്നിമയന്മാർ ആരെ നോക്കിൽ വിറച്ചിടുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. ആരെ മിന്നലുടു തോർന്നോക്കുകിലെരിയും നൂടനെ, അവനെ മൺമയർ ഭക്ഷിച്ചു മുഖം തെളിയും നേറ്റം. പുത്രരഹസ്യങ്ങളഹോ വിണ്ണവരീടയിൽ, ഏശായ താൻ കണ്ടിവ നമ്മോട് സാക്ഷിക്കുന്നു. ദൈവത്വത്തിൻ മടിയിലിരി പുരഹസ്യങ്ങളിവ, ഏവം മേശയില്ലാതാമ്യർക്കായി ഭാഗിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്വത്തിന്റെ മടിയിലിരുന്നവൻ, ഇത് ഈ രഹസ്യമാണ്. ആ രഹസ്യത്തെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. രഹസ്യം അപ്പത്തെയും വീഞ്ഞിനെയുമാണ് കാണുന്നത്. പക്ഷേ നാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഇതെന്താണ്? ശരീരവും രക്തവുമാണ്. അതാണ് മിസ്റ്ററി. കാഴ്ചയാലെ അല്ല, വിശ്വാസത്താലെ. അപ്പൊ കാഴ്ചയാലെ എന്താണ്? അപ്പം വീഞ്ഞു. വിശ്വാസത്തിൽ എന്താണ്? ശരീരം രക്തവുമാണ്. പെന്തക്കോസ്തുകാർ പരിഹസിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഓ പിന്നെ അച്ഛൻ പ്രാർത്ഥിച്ചാൽ ഉടനെ അത്
അവര് അവിശ്വാസികളാണ്. അവര് കാഴ്ചപ്രകാരം വിധിക്കുന്നു. നമ്മൾ കാഴ്ചപ്രകാരമല്ല. വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പൊ വിശ്വാസത്തിന്റെ ബേസിക് സ്റ്റെപ്പാണ്. അപ്പം ഏറ്റവും പ്രൈമറി സ്റ്റെപ്പ് ഫെയ്ത്ത് ആണ്. അപ്പം ആ പ്രൈമറി സ്റ്റെപ്പ് അല്ലെങ്കിൽ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ബേസിക്സിൽ എന്താ പറയുന്നത്? വിശ്വാസം എന്നാൽ എന്താണ്? കാണാത്ത കാര്യങ്ങളെ സംബന്ധിക്കുന്നതാണ്. കാണുന്ന കാര്യങ്ങൾ അത് കാഴ്ചയാണ്. അപ്പൊ കാഴ്ചയാലെ അല്ല, വിശ്വാസത്താലെയാണ്. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ വളരെ പ്രസിദ്ധമായ ഒരു പാട്ടുണ്ട്. കാഴ്ചയാലെ അല്ല ഞാൻ നടപ്പത്. കേട്ടോ, കാഴ്ചയാലെ അല്ല നടക്കുന്നെന്ന് പാടും, പക്ഷെ കാഴ്ചപ്രകാരം പറയും, അഭിപ്രായങ്ങൾ പറയും. അപ്പൊ അതുപോലെ ആ പാട്ട് തന്നെ ഈ പെന്തക്കോസ്തുകാർ പാടുന്ന ഒരു പോപ്പുലർ സോങ്. ഇപ്പോഴല്ല, പണ്ടത്തെ പെന്തക്കോസ്തുകാർ. ഇപ്പോഴത്തെ പെന്തക്കോസ്തുകാർ പാടുന്നത് തീ പോലെ വരണമെന്ന്. അപ്പം അതിനകത്തുണ്ട്, സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്ന ആയിരങ്ങൾ ആകയാലെ ഞാൻ. കണ്ടോ, സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്ന ആയിരങ്ങൾ. ചുമ്മാ പാടുന്ന ഒരു തരത്തിൽ അവർക്ക് വിശ്വാസമില്ല. അപ്പൊ സാക്ഷികൾ ആരൊക്കെയാണെന്ന് എബ്രായലേഖനം 11 പറയുകയാണ്. പഴയ നിയമത്തിൽ നിന്ന് വാങ്ങിപ്പോയ വിശുദ്ധന്മാരും പുതിയ നിയമത്തിലെ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യാഹ രക്തവും സിയോൻ പർവ്വതവും, അല്ലെ, സ്വർഗത്തിലെ ദൂതന്മാരുടെ സർവ്വസംഘവും, പിന്നെ എന്താണ്, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സർവ്വസഭയും, ഇതെല്ലാം ഗാദർ ചെയ്യാണ്. It's a gathering of champions surround us. അപ്പൊ എന്റെ ചുറ്റും ഇപ്പോൾ ഇവരെല്ലാം നിപ്പുണ്ട്. ആ ഒരു സ്പിരിച്വൽ പ്രസൻസിലാണ് ഞാൻ വർഷിപ്പ് ചെയ്യുന്നത്. ഏതെങ്കിലും പെന്തക്കോസ്തുകാർ നിങ്ങൾക്കെതിരായി നിങ്ങൾ ഒരു പാട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഉപദേശത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു പാട്ട് നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങളത് പാടുന്നുണ്ട്. ആ പാട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റുമോ ആത്മാർത്ഥമായിട്ട്? അപ്പം ആത്മാർത്ഥമായിട്ടാണ് ഞാനിവിടെ ചേർന്ന് പാടാം. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും. പരിശുദ്ധ അമ്മേ, ഗീവറിസ് പുണ്യാള, കുറിയാക്കോ സഹദ, ബെഹനാൻ സഹദ, മർത്തശിമുനിയും 7 മക്കളും ഗുരുവായ ഏലിയാസറും കണ്ടോ, ഇവരെല്ലാം നിൽക്കില്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാഴ്ചയാലെ അല്ല, വിശ്വാസത്താലെയാ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്ന ആയിരങ്ങൾ ആകയാലെ ഞാൻ. ആയിരക്കണക്കിന് ആളുകൾ ചുറ്റും നിൽക്കുന്നുണ്ടെന്ന് പാട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ വിശ്വാസത്തിൽ പ്രതിഫലിക്കുന്നില്ല, ആരാധനയിൽ പ്രതിഫലിക്കുന്നില്ല. പക്ഷേ സുറിയാനി സഭ അത് വിശ്വസിക്കുക മാത്രമല്ല, അവരുടെ ആരാധനയിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഏത് ഇടവക, ഏത് വിശുദ്ധന്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടു. അതുകൊണ്ട് അവർ ഒരുമിച്ച് പറയും, പ്രാർത്ഥനയിൻ സമയമിതല്ലോ മോർഗീവറുഗീസ് പതിവിൻ പടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്ക. അപ്പൊ ആ സാക്ഷികളുടെ സമൂഹം അത്രയും വന്ന് നിൽക്കുമ്പോ ഞങ്ങളുടെ ഇടവക ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന വിശുദ്ധൻ ഈ ഗീവറി സഹതയാണെങ്കിൽ ആ സഹതയോട് പറയാണ്, ഞങ്ങളെ ഈ പ്രാർത്ഥനയിൽ നയിച്ചാലും, ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ ഈ കൂട്ടത്തിന്റെ തലയായി അപേക്ഷിച്ചാലും, ലെറ്റ് us pray together. നിങ്ങൾക്കത് പറ്റുന്നുണ്ടോ? അപ്പൊ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ശരീരത്തെ വിവേചിക്കണം. ഇത് കർത്താവിന്റെ ശരീരവും രക്തവുമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ ആ ഒരു ബഹുമാനം, ആ ഒരു മാന്യത, ആ ഒരു എന്താണ് അതിന് പറയുന്നത്, ഭവ്യത, അല്ലെങ്കിൽ ആ ഒരു ആരാധ്യമായ അവസ്ഥയിൽ അതിനെ കാണുക. ശരീരത്തെ വിവേചിക്കണം. അപ്പൊ ശരീരത്തെ വിവേചിക്കാതെ വെറുതെ ശിക്ഷാവിധി എല്ലാ ആഴ്ചയിലും ഇല്ല. പെന്തക്കോസ്തൽ മാസത്തിലൊന്ന്, ചില സഭകളിൽ 40 ദിവസത്തിലൊരിക്കൽ. അപ്പൊ അവിടെ പോയി അങ്ങനെ തിന്നുന്ന. അപ്പൊ ഈ ഒരു വിഷയത്തെ, അതായത് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന
ഇഷ്യൂസിനെ എല്ലാം ഡീൽ ചെയ്ത് പരിഹരിക്കപ്പെട്ട ഒരു സംവിധാനമാണ് സുറിയാനി സഭയിലുള്ളത്. നമ്മുടെ വിശുദ്ധ കുർബാന ആ തരത്തിൽ ക്രമീകൃതമാണ്. അത് ഭയഭക്തി ബഹുമാനത്തോടെ അർപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈ വാക്യം വായിച്ച് ഒരു സുറിയാനിക്കാരനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ വിഷയങ്ങൾ നിങ്ങളുടെ സഭയിൽ പരിഹരിക്കപ്പെട്ടതാണ്, ഡീൽ ചെയ്തതാണ്, അത് പരിഹരിച്ചതാണ്. അതുകൊണ്ട് ഇനി അത് വായിച്ചിട്ട് പുതിയ വിശ്വാസികൾ അല്ലെ പുതിയ ന്യൂ കൺവേർട്സ് ഭയപ്പെടുന്ന പോലെ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നിങ്ങളുടെ പിതാക്കന്മാർ വായിക്കുകയും സഭയുടെ മക്കൾക്ക് വേണ്ടി അതെല്ലാം പരിഹാരം വരുത്തി നിങ്ങൾക്ക് ക്രമീകരിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ഒരു തരത്തിൽപ്പെട്ട അവഹേളനമോ നിന്നയോ സുറിയാനി സഭയുടെ ഒരു പള്ളിയിലും സംഭവിക്കുന്നില്ല. ഇനി ഈ വിശുദ്ധ കുർബാന ഞാൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞു, ഇങ്ങനെ എടുത്തോണ്ട് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആളുകൾ പിച്ചിപ്പറിച്ചെടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അതൊക്കെ വിരോധമുള്ള പണ്ട് തിന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ ഒന്നും വരാതിരിക്കാൻ ഡിസ്പെൻസേഷൻ അച്ഛന്മാർ തന്നെയാണ് കൊടുക്കുന്നത് വിശ്വാസികൾക്ക്. ചില ആളുകൾക്ക് നമ്മുടെ സഭയിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ല, അച്ഛന്മാരൊന്നും ഇത്ര വലിയ ആളാന്ന്. ഇതെങ്കിൽ എന്നാ പോരെ, നമ്മൾ ഇതങ്ങനെ കൊടുത്തിട്ട് പല കുഴപ്പങ്ങളും ഉണ്ടായതുകൊണ്ടാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ക്രമീകരണങ്ങൾ. അതുകൊണ്ട് ഏറ്റവും പെർഫെക്റ്റ് ക്രമീകരണമാണ് നമ്മുടെ സഭയിലുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിൽ സന്തോഷിക്കുക. ഇനി അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധത്തിൽ ഈ വിശുദ്ധ കുർബാന താഴെ പോയാൽ, താഴെ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിലെ മണറാട് പള്ളിയില് വടക്കുവശത്തെ മധുവായുടെ മുമ്പിൽ എന്ന് വെച്ചാൽ കരിമ്പനത്തറ അച്ഛൻ വിശുദ്ധ കുർബാന, അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു കുർബാനയുടെ ഒരു ചെറിയ അല്പം താഴെ പോയി. അച്ഛൻ അവിടെ മുട്ടുകുത്തി ഇരുന്ന് നാക്കുകൊണ്ട് നിലത്ത് നിന്ന് ആ വിശുദ്ധ കുർബാന നക്കിയെടുക്കുന്ന ഞാൻ കണ്ടു. അപ്പൊ ഇതെന്തൊരു വിഗ്രഹാരാധനയാന്നൊക്കെ ഇപ്പൊ പെന്തക്കോസ്താർക്ക് തോന്നുന്നു. അതാണ് വിവേചിക്കുക, ശരീരത്തെ അത്ര ഭയഭക്തി ബഹുമാനത്തോടുകൂടെ കൈകാര്യം ചെയ്യുക. കാരണം അല്ലാതെ ഇത് കേവലമാക്കി കളയുകയല്ല. ഇപ്പൊ യേശു കർത്താവ് നടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു കേവലം യഹൂദൻ നടന്നു പോകുന്ന പോലെ തോന്നത്തുള്ളൂ. ഒരു വ്യത്യാസവും ഇല്ല, വസ്ത്രധാരണത്തിൽ വ്യത്യാസമില്ല. അതുകൊണ്ടാണല്ലോ പെസഹ വ്യാഴാഴ്ചയുടെ സെതറായിൽ പറയുന്നത്, വസ്ത്രധാരണം കൊണ്ട് അവനെ തിരിച്ചറിയാൻ കഴിയാഞ്ഞതിനാൽ വഞ്ചകനായ യൂദാ ചുംബനത്താൽ അവനെ ഉറ്റിക്കൊടുത്തു. ഒരു നീളം കുപ്പായം ഇട്ട് ഒരു സാധാരണ യഹൂദ റബ്ബി നടന്നു പോകുന്നത് പോലെ യഹൂദന്മാരുടെ ഇടയിലൂടെ ഒരുത്തൻ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യരൂപം ആരാണ്? ദൈവപുത്രനാണ്, ദൈവം തന്നെയാണ്, കൺഫെഷനാണ്. പത്രോസ് കൺഫസ് ചെയ്യാണ്. എന്താ പറയുന്നത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പോഴേക്കും യേശു കർത്താവ് പറയാണ്, ബെറിയോനെ ശീമോനെ, ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല, ഇത് മാംസരക്തങ്ങൾക്ക് വെളിപ്പാട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ മാറ്റർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് അല്ല. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. അത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ലടാ. അതാണെങ്കിൽ നിനക്ക് മാംസരക്തങ്ങൾക്ക് പറ്റും, ചുമ്മാ തിന്ന്. അതുകൊണ്ട് പണ്ട് ഞങ്ങൾ പറയുന്നത് പെന്തക്കോസ്ത് ചേരണം, കപ്പയും മീനും തിന്നണം, അയലം കറി. ഇത് നമുക്കിതിങ്ങനെ അത് മാംസരക്തങ്ങൾ കൈവശമാക്കുന്ന മറ്റൊന്നാണ്. അപ്പൊ മാംസരക്തങ്ങൾക്ക് കൈവശമാക്കാൻ പറ്റത്തില്ല. മറിച്ച് എന്തിനാണ് കൈവശമാക്കുന്നത്? ജഡരക്തങ്ങളല്ല ശീമോനെ, ഇതെന്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് വെളിച്ച റെവലേഷൻ ഫ്രം ദ ഹെവൻലി ഫാദർ. ആ റെവലേഷൻ ഹെവൻലി ഫാദറിൽ നിന്നുള്ള ആ റെവലേഷൻ ഇറ്റ്സ് എ മിസ്റ്ററി. ഈ ശരീരത്തെ നോക്കിയിട്ട് പറയാണ് ഇത് കർത്താവ്, ഇത് ദൈവപുത്രനാണ്. പക്ഷെ നോക്കിയാൽ തോന്നുമോ? ഇല്ല. അപ്പൊ ഈ അപ്പത്തെ വീഞ്ഞനെ നോക്കിയിട്ട് പറയാണ് ഇത് കർത്താവിന്റെ ശരീരവും രക്തവുമാണ്. ഇതാണ് സുറിയാനി സഭയുടെ വ്യൂ. ഇനി ഈ കത്തോലിക്കരുടെ ഇടയിൽ ഒരു പരിപാടിയുണ്ട്. കത്തോലിക്കരുടെ ചില അവിടെ എവിടെയൊക്കെ ഓരോരുത്തര് യേശുവിന്റെ ശരീരമായി മാറി അല്ലെങ്കിൽ രക്തമായി മാറി. അവർ വിശുദ്ധ കുർബാന അർപ്പിച്ചു, അല്ല വിശുദ്ധ കുർബാന അനുഭവിച്ചു. അപ്പൊ അവരുടെ വായിൽ ഇങ്ങനെ ചോര കണ്ടു, അവരുടെ വായിൽ ഇറച്ചി കണ്ടു. അതിന്റെ ഫോട്ടോ ഒക്കെ നമുക്ക് കാണാം. അപ്പൊ അതിനെ ഈ പാലക്കാട് കഞ്ചിക്കോട്ട് ഒരു റാണി എന്ന് പറഞ്ഞൊരു സഹോദരി വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ രക്തമായി മാറി. പിന്നെ അവളെ കളിയാക്കി ഇറച്ചി റാണി എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പൊ കത്തോലിക്കരുടെ ഇടയിൽ തന്നെ ചില ആളുകൾ അതിനെ പരിഹസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കത്തോലിക്ക അച്ഛൻ, ഞാൻ ക്ഷമിക്കണം കേട്ടോ അങ്ങനെ പറയുന്നില്ല, ഒരു കത്തോലിക്ക അച്ഛൻ അദ്ദേഹം എന്നോട് ചോദിച്ചാ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് മുഴുവനുള്ള കത്തോലിക്ക പള്ളികളിലെ മുഴുവൻ കുർബാന എന്നാ മാറാത്തത്? അതൊരു അബദ്ധമാണ്. കാരണം യേശു കർത്താവ് ഒരു മനുഷ്യരൂപത്തിൽ നടക്കുകയാണ്. യേശു കർത്താവ് മനുഷ്യനായിട്ട് നടക്കുമ്പോൾ ആ മനുഷ്യരൂപത്തെ നോക്കിയിട്ടാണ് വിശ്വാസത്താൽ റെവലേഷൻ കൊണ്ട് പത്രോസ്ലിയ പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. മനുഷ്യനെയാണ് പത്രോസ് കാണുന്നത്, മനുഷ്യനെയാണ് യോഹന്നാൻ കാണുന്നത്, മനുഷ്യനെയാണ് തോമാസ് കാണുന്നത്, മനുഷ്യനെ തന്നെയാണ് അന്ത്രയോസും ഫിലിപ്പോസും എല്ലാം കാണുന്നത്, പീലാത്തോസ് കാണുന്നതും ഹെറോദാവ് കാണുന്നതും എല്ലാം മനുഷ്യനെയാണ്. പക്ഷെ ആ മനുഷ്യനെ കാണുമ്പോൾ തന്നെ ആ മനുഷ്യനെ കാണുന്ന പത്രോസിന് റെവലേഷൻ വന്നതിനാൽ അവൻ പറയാണ് യു ആർ ദ സൺ ഓഫ് ലിവിങ് ഗോഡ്.
യേശു പറഞ്ഞ് അറ്റസ്റ്റ് ചെയ്തു, ഓ ഇറ്റ് ഈസ് നോട്ട് ഫ്രം ജഡരക്തങ്ങളിൽ നിന്നല്ല. ഓക്കെ, അത് യേശു കർത്താവ് പറഞ്ഞു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ യേശു കർത്താവ് ഈ പത്രോസിനെയും കൂട്ടിക്കൊണ്ട് താബോർ മലയുടെ മുകളിലേക്ക് പോയി. പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നപ്പോ അവൻ രൂപാന്തരപ്പെട്ടു. മിന്നല് പോലത്തെ ഉടുപ്പ് അവൻ ധരിച്ചു, ഇടിമിന്നല് പോലെ. അപ്പൊ അവൻ ആ പലസ്തീനിലൂടെ നടക്കുമ്പോ, സമരിയായിലൂടെ നടക്കുമ്പോ, ജുദയായിലൂടെ നടക്കുമ്പോ, തെക്കപ്പലി ദേശത്തൂടെ പോകുമ്പോ അവൻ അങ്ങനെ മിന്നൽ പോലെയുള്ള ഉടുപ്പ്, ഇടിമിന്നൽ പോലെ ഇങ്ങനെ മിന്നിത്തിളങ്ങി ഇങ്ങനെ അങ്ങനെ പോലെ. ഫോർ വൺ ഇൻസ്റ്റൻസ്, ഒരു സന്ദർഭത്തിൽ അവർക്ക് അങ്ങനെ വെളിപ്പെട്ടു. പത്രോസ്ലീഹ ലേഖനം എഴുതി, ഞങ്ങൾ വിശുദ്ധ പർവ്വതത്തിൽ വെച്ച് അരുളപ്പാട് കേട്ടു, അവന്റെ മഹിമ കണ്ടു, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാകും. അതേ മാതൃകയിൽ ഈ വിശുദ്ധ കുർബാന കോടിക്കണക്കിന് ആളുകൾ സ്വീകരിക്കുമ്പോൾ അത് അപ്പവും മീഞ്ഞുമായിട്ട് മാത്രമാണ് സ്വീകരിക്കുന്നത്. ചില ആളുകൾക്ക് ഒരു പക്ഷേ പത്രോസിന് മർരൂബ മലയിൽ ഉണ്ടായതുപോലെ ഒരു അനുഭവം, അത് ലിറ്ററലി അത് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ആയി കിട്ടിയെന്നിരിക്കും. നമ്മളതിനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. അത് ദൈവത്തിൽ നിന്നുള്ള ഒരു ഫേവറായിട്ട് കരുതുക. അതുകൊണ്ട് അവര് പ്രത്യേക വിശേഷതയുള്ളവരോ നമ്മൾ വിശേഷത കുറഞ്ഞവരോ അല്ല. നമുക്ക് നൽകിയിരിക്കുന്ന കർത്താവ് മനുഷ്യനായിട്ട് വന്നു. ശിഷ്യന്മാർ 12 പേരുണ്ടായിരുന്നു, 3 പേർക്കേ കാണാൻ പറ്റുള്ളൂ, ബാക്കി 9 പേർക്ക് കാണാൻ പറ്റി. അപ്പൊ അങ്ങനെ നമ്മൾ അതിനെ കാണില്ല. കത്തോലിക്ക സഭയെ പരിഹസിക്കുകയോ അവരുടെ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയോ ചെയ്യുകയല്ല നമ്മുടെ ഈ ക്ലാസിന്റെ ഉദ്ദേശം. നമ്മൾ അതിനെ ആ രീതിയിൽ കാണുക. ചില ആളുകൾക്ക് അങ്ങനെ കാണാൻ പറ്റിയേക്കാം. ഓരോ വിശുദ്ധന്മാർക്കും ഓരോ അനുഭവങ്ങളാണുള്ളത്, മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് ആണ്. നമ്മൾ അത് അങ്ങനെ അതിനെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. കാരണം ഈ ശ്രേഷ്ഠമായ സഭയുടെ അതിശ്രേഷ്ഠമായ ആ വിശ്വാസത്തെ നമ്മൾ ഗ്രഹിച്ച് അറിയുകയാണ് വേണ്ടത്. അതിശ്രേഷ്ഠമായ വിശുദ്ധ വിശ്വാസത്തെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ശരീരത്തെ വിവേചിക്കുക. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ സഭയുടെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. അതായത് എല്ലാവരും നോക്കുമ്പോ മനുഷ്യനാണ് നടക്കുന്നത്. പക്ഷെ പത്രോസിലേക്ക് ആ മഹിമ കാണാൻ പറ്റി. മഹിമ കണ്ട സാക്ഷികൾ. പലരും കാണുന്നുണ്ടെങ്കിലും കാണേണ്ട വിധത്തിൽ കാണുവാൻ ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. യേശു കർത്താവ് തിരിഞ്ഞു ചോദിച്ചു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, ആരാണ് എന്നെ തൊട്ടത്? വിശ്വാസത്തോടെ കർത്താവിനെ തൊട്ട ആ രക്തസ്രാവക്കാരത്തി സ്ത്രീ. വെളിപ്പാടിന്റെ കണ്ണുകളോടെ യേശു കർത്താവിനെ കണ്ട പത്രോസ്ലീഹ.
ഇതാണ് സുറിയാനി സഭയുടെ വിശ്വാസത്തിന്റെ ആധാരം, അതിന്റെ ഉറവിടം. ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികൾ. പൗലോസ് പറയാം, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾ കേൾപ്പിച്ചതും എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ നിർമ്മലമായ തൃക്കരങ്ങളിൽ അവൻ അപ്പമെടുത്ത് ആരാധ്യനായ സ്വർഗസ്ഥ പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി വാഴ്ത്തി സ്തോത്രം ചൊല്ലി വിഭജിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകി അവരോട് ഇപ്രകാരം അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവീൻ, ഇത് എന്റെ ശരീരമാകുന്നു. മിസ്റ്ററി.
അപ്പം തനുരുധിരങ്ങൾ അവരോടൊന്നിച്ച് വിശ്വാസത്തോടെ കൈക്കൊള്ളുവാൻ, ആ കാസായാൽ കർത്താവ് മഹത്വപ്പെടുവാൻ നിങ്ങളുടെ ആരാധനാ ജീവിതത്തിൽ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതാണ് ആ പാടുന്നത്. നിങ്ങൾ ആ പാട്ടിന്റെ വരി ശ്രദ്ധിക്കണം. വെറുതെ പാട്ട് കേട്ട് പോകാതെ. നമ്മുടെ നാഥൻ വാഴ്ത്തപ്പെടുന്നു. ഈ തീയെ തള്ളിയിടല്ലേ. നമ്മുടെ നാഥൻ വാഴ്ത്തപ്പെടുന്നു. ഈ തീയെ തള്ളിയിടല്ലേ. തള്ളിയിടരുതേ എന്ന ഒരു അഭ്യർത്ഥന ഈ മഹത്തായ വിശ്വാസത്തെ, ഈ ശ്രേഷ്ഠമായ പാരമ്പര്യത്തെ, ഈ ധന്യമായിരിക്കുന്ന സഭയെ, ഈ ഉത്കൃഷ്ടമായ ഉപദേശത്തെ തള്ളരുതേ എന്നുള്ളതാണ് പിതാക്കന്മാർ അല്ലെങ്കിൽ സാക്ഷികളുടെ സമൂഹം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. മേ ഗോഡ് ബ്ലസ്.